ആ റോഡിൽ കൂടെ തന്നെ പോകുന്ന മറ്റൊരു കാറുകാരനോട് പോലീസിനെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് അവൾ സഹായം അഭ്യർത്ഥിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് മനസ്സിലാക്കിയ കിഡ്നാപ്പേഴ്സ് അവരുടെ കമ്മ്യൂണിക്കേഷൻ തടയുന്നതിന് വേണ്ടിയിട്ട് കിഡ്നാപ്പേഴ്സിന്റെ കാറ് സ്ലോ ആക്കുകയും മറ്റും ചെയ്യുന്നു. ആ ലേഡി കിഡ്നാപ്പർ അവരുടെ വണ്ടിയിലുള്ള പല സാധനങ്ങളും നമ്മുടെ ഹീറോയിന്റെ വണ്ടിയുടെ നേരെ എറിയുന്നു. എന്നാൽ ഹീറോയിൻ ആവട്ടെ അതെല്ലാം മാനേജ് ചെയ്ത് ഒരു തരത്തിൽ അവരെ ഫോളോ ചെയ്ത് അവരുടെ വണ്ടിയുടെ അടുത്തെത്തുന്നു. എന്നാൽ അപ്പോഴേക്കും കിഡ്നാപ്പേഴ്സ് കാറിന്റെ വിൻഡോ ഓപ്പൺ ആക്കിയിട്ട് ഫ്രാങ്കിയുടെ കഴുത്തിൽ കത്തിയൊക്കെ വെച്ച് ഹീറോയിനോട് ഫോളോ ചെയ്തതെന്ന് പറഞ്ഞ് വാൺ ചെയ്യുന്നു. പേടിച്ചു പോയ ഹീറോയിൻ വേറെ നിവൃത്തിയില്ലാതെ ഏറെ സങ്കടത്തോടു കൂടി തന്നെ തന്റെ വണ്ടി മറ്റൊരു റോഡിലേക്ക് തിരിക്കുന്നു. കിഡ്നാപ്പേഴ്സിന്റെ കാറ് ദൂരേക്ക് പോകുന്നത് നമ്മുടെ ഹീറോയിൻ സങ്കടത്തോടെ നോക്കിയിരുന്നു. ഹീറോയിന്റെ വണ്ടിയിൽ ഫ്രാങ്കിയുടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ആ ഫോട്ടോയിലേക്ക് നോക്കിയ ഹീറോയിന് അത്ര പെട്ടെന്ന് തോൽവി സമ്മതിക്കാൻ തോന്നിയില്ല. ഹീറോയിൻ കരഞ്ഞുകൊണ്ട് ആ ഫോട്ടോയോടും സംസാരിച്ച് റൂട്ട് മാറ്റി കിഡ്നാപ്പേഴ്സ് അറിയാതെ അവരുടെ വണ്ടിയെ ഫോളോ ചെയ്യാനും തുടങ്ങി. ഹീറോയിന്റെ കയ്യിൽ ഫോണില്ലാത്തത് കൊണ്ട് തന്നെ ആരുടെയും സഹായം അഭ്യർത്ഥിക്കാൻ അവൾക്ക് സാധിച്ചില്ല.